മുജാഹിദ് ജമാഅത്ത് വിഭാഗം എത്ര മക്കാമുകളെ ശിർക്കാക്കി ചിത്രീകരിച്ചാലും ശരി, മഹാത്മാക്കളുടെ മസാറുകളും മക്കാമുകളും ആ കാലത്ത് നിലവിളക്കുകൾ കൃത്യമായി വെച്ചിരുന്നു. രാത്രി ആളുകൾ സിയാറത്തിന് സന്ദർശിക്കുന്ന വരുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടി ധാരാളം നന്നായി നിലവിളക്കുകൾ വെച്ചിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും സമൂഹത്തിൽ വലിയ ചർച്ചയായി കൊണ്ടിരിക്കുന്ന വിഷയമാണ് നിലവിളക്ക് കത്തിക്കൽ അല്ലെങ്കിൽ കൊളുത്തൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരു മുസ്ലിയാരുടെ സംസാരം കേട്ടതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അവിടെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ നടക്കുന്ന വിവാദം. നിലവിളക്ക് മക്കാമിലില്ലേ, നിലവിളക്ക് അവിടെ ഇല്ല ഇവിടെ ഇല്ല ഉണ്ട്. നിലവിളക്കിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, പഴയ കാലങ്ങളിൽ ഇലക്ട്രിസിറ്റി ഇല്ല, പെട്രോമാക്സ് ഇല്ല, അങ്ങനത്തെ ആധുനിക വെളിച്ചത്തിലുള്ള ഒരു സംവിധാനമില്ലാത്ത ആ കാലഘട്ടത്തിൽ ആളുകൾ ധാരാളം കൂടുന്ന സ്ഥലങ്ങൾ മക്കാമായിരുന്നാലും ശരി, ദർസായിരുന്നാലും ശരി, റാത്തീബ് സദസ്സായിരുന്നാലും ശരി, അവിടെ സാധാരണ പോലുള്ള ഒരു വിളക്ക് വെച്ചാൽ അത് ഒരു തിരി മാത്രമേ ഉണ്ടാകൂ, ഒരിക്കലും വെളിച്ചം കാണില്ല. നന്നായി വെളിച്ചം കിട്ടണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ധാരാളം തിരികൾ വെക്കാൻ സൗകര്യമുള്ള നിലവിളക്ക്. അപ്പുറത്തും അപ്പുറത്തും തിരി, അടുത്ത തട്ടിലും തിരികൾ വെക്കാൻ നല്ല വെളിച്ചത്തിന്റെ പ്രളയം സൃഷ്ടിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മക്കാമുകളിൽ ധാരാളം സന്ദർശകർ അക്കാലത്ത് തന്നെ ഉണ്ട്. മുജാഹിദ് ജമാഅത്ത് വിഭാഗം എത്ര മക്കാമുകളെ ശിർക്കാക്കി ചിത്രീകരിച്ചാലും ശരി, മഹാത്മാക്കളുടെ മസാറുകളും മക്കാമുകളും ആ കാലത്ത് നിലവിളക്കുകൾ കൃത്യമായി വെച്ചിരുന്നു. രാത്രി ആളുകൾ സിയാറത്തിന് സന്ദർശിക്കുന്ന വരുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടി ധാരാളം നന്നായി നിലവിളക്കുകൾ വെച്ചിരുന്നു, അത് കത്തിച്ചിരുന്നു. അതിൽ ഉപയോഗിക്കുന്ന എണ്ണ ആളുകൾ വറക്കത്തെടുത്തിരുന്നു. ഇന്നും പഴയ കാലത്ത് വറക്കത്ത് തുടരാൻ വേണ്ടി നിലവിളക്കുകൾ ഒഴിവാക്കിയിട്ടില്ല, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വറക്കത്തിന് വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് മക്കാമുകൾ നിലവിളക്ക് വരാൻ കാരണം. സമസ്തയിലെ അമ്പലക്കടവ് ഫൈസിയുടെ സംസാരമാണ് നമ്മൾ കേട്ടത്. ജാറങ്ങളിൽ മഖബറകളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്കിനെ ന്യായീകരിച്ചുകൊണ്ടാണ് രസകരമായ നിലക്ക് മുസ്ലിയാർ സംസാരിച്ചിട്ടുള്ളത്. മുസ്ലിയാക്കന്മാരുടെ ഒരു പൊതു സ്വഭാവം ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ആരെങ്കിലും ചെയ്താൽ വളരെ ആവേശത്തോടെ ഉറഞ്ഞു തുള്ളുന്ന, അതുപോലെ തന്നെ ഉത്സാഹത്തോടെ ചോദ്യം ചെയ്യുന്ന രീതി പല വിഷയങ്ങളിലും ഉണ്ടാകാറുണ്ട്. ഈ വിഷയത്തിലും അത് ഉണ്ടായി. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ പാടില്ലാത്തത് കണ്ടാൽ വളരെ ഗുണകാംക്ഷയോടുകൂടി പ്രതികരിക്കുക, അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് ബാധ്യതയാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഏത് വിഷയത്തെയാണോ ചോദ്യം ചെയ്യുന്നത്, അതേ വിഷയം ചോദ്യം ചെയ്യുന്നവരിൽ ഉണ്ടെങ്കിലോ എന്തർഹതയാണ് ചോദ്യം ചെയ്യാനും തിരുത്താനും അത്തരക്കാർക്കുള്ളത്? ഇവിടെ ജാറങ്ങളും അക്ബറുകളും കൊണ്ട് നടക്കുന്ന സമസ്തയെ സംബന്ധിച്ചിടത്തോളം നിലവിളക്ക് അതിൽ നിന്ന് ഒഴിവാക്കുക എന്നത് പാടില്ലാത്ത ഒരു കാര്യമാണ്. അവർ വലിയ നയമായി തന്നെ പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ് നിലവിളക്ക് ജാറങ്ങളിൽ കത്തിക്കലുമായി ബന്ധപ്പെട്ട്. സമസ്തയുടെ വളരെ പ്രധാന പത്രമാണ് സുന്നി വോയിസ്. ആ സുന്നി വോയിസിൻ്റെ 986 നവംബർ അവസാന ലക്കം ഒരു ചോദ്യം: മഹാന്മാരുടെ മക്ബറകളിലും ചില പള്ളികളിലും നിലവിളക്ക് കത്തിക്കുക പതിവുണ്ട്. വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോഴും ഇത് കത്തിക്കുന്നു. ഇത് അനുവദനീയമാണോ? ആവശ്യത്തിന് എണ്ണ കത്തിക്കാമോ എന്നാണ്. അതിന് നൽകപ്പെട്ട ഉത്തരം: മഹാന്മാരുടെ മക്ബറകളിൽ നിലവിളക്ക് കത്തിക്കുന്നത് വെളിച്ചത്തിനു വേണ്ടി മാത്രമല്ല, മഹാന്മാരോടുള്ള ആദരവ് കൂടി അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോഴും പ്രസ്തുത വിളക്ക് കത്തിക്കുന്നത്. അത് അനുവദനീയമാണെന്ന് മാത്രമല്ല, പുണ്യകർമ്മവും കൂടിയാണ്. അപ്പോൾ അതിനെണ്ണയും നേർച്ചയാക്കാവുന്നതാണല്ലോ. ഈ സുന്നി വോയിസിൽ നൽകപ്പെട്ട ഉത്തരം അതാണോ അമ്പലക്കടവിൻ്റെ സംസാരത്തിൽ നമ്മൾ കേട്ടത്? അല്ല. അമ്പലക്കടവിൻ്റെ ന്യായീകരണം എന്താണ്? വെളിച്ചം കിട്ടാൻ, അവിടെ സന്ദർശകരായി വരുന്നവർക്ക് വെളിച്ചം കിട്ടാനാണ്. എന്നാൽ 986കളിൽ സമസ്ത പഠിപ്പിച്ചതോ മഹാത്മാക്കളോടുള്ള ആദരവ് കൂടി അതിലുണ്ട് എന്നാണ്. അപ്പോൾ ആ വിളക്കിനൊരു പ്രത്യേകതയുണ്ട്, അതിലൊഴിക്കുന്ന എണ്ണയ്ക്ക് പ്രത്യേകതയുണ്ട്.
അവിടെ തെളിയുന്ന തിരിക്ക് പ്രത്യേകതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും ജാറങ്ങളിൽ അത് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ കേവലം വെളിച്ചത്തിന് വേണ്ടിയാണ് എന്ന നിലക്ക് വ്യാഖ്യാനിക്കുന്നത് വലിയ വിഡ്ഢിത്തമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ സമസ്ത ഒരു മുഷാവറ ചേർന്നു എന്നാണ് പറയുന്നത്. മുഷാവറ ചേർന്നിട്ട് ഒരാചാരമായി കൊണ്ടു നടക്കേണ്ടതില്ല, വെളിച്ചത്തിന് വേണ്ടി കത്തിക്കാം എന്നാണ്. സഹോദരങ്ങളെ, വെളിച്ചത്തിന് വേണ്ടിയാണെങ്കിൽ കുറേ തിരികളിൽ തെളിയുന്ന വെളിച്ചത്തേക്കാൾ എത്രയോ നല്ല പ്രകാശം പരത്തുന്ന വെളിച്ചം കിട്ടുന്ന സംവിധാനങ്ങൾ ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അടുത്തൊരു മുഷാവറ കൂടി തീരുമാനിക്കണം. എല്ലാ ജാറങ്ങളിലും ആധുനിക സജ്ജീകരണത്തോടു കൂടിയുള്ള വെളിച്ചം സംവിധാനിക്കപ്പെട്ടതിനാൽ മുഴുവൻ നിലവിളക്കുകളും എടുത്തൊഴിവാക്കണം. കാരണം അത് ആചാരത്തിനല്ല, വെളിച്ചം കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്നാണ്. സമസ്തയുടെ പഴയ നിലപാടോ അത് ഒരാചാരമാണ്, ഒരു വിശ്വാസത്തിൻ്റെ പിന്നിൽ നിന്നാണ്. അതുമല്ല, ഈ മുസ്ലിയാർ തന്നെ അവസാനത്തിൽ പറഞ്ഞത് എന്താണ്? അതിൽ ഒഴിക്കുന്ന എണ്ണ ബറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ്. ഒരു വെളിച്ചം കിട്ടാൻ കത്തുന്ന കേവലമായ ഒരു സംവിധാനമാണ് ആ നിലവിളക്കെങ്കിൽ അതിലെ വെളിച്ചത്തിന് എന്ത് ബറക്കത്താണ്, അതിലെ എണ്ണയ്ക്ക് എന്ത് ബറക്കത്താണ്. അപ്പോൾ അതിലൊഴിക്കുന്ന എണ്ണ നേർച്ചയാക്കലും അതിൽ നിന്ന് ബറക്കത്ത് കൊതിക്കലുമൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പ്രേരണയാണല്ലോ, ഒരു വിശ്വാസം അതിൻ്റെ പിന്നിലുണ്ടല്ലോ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണുക. ജാറ മക്ബറ സംസ്കാരം തന്നെ ഇസ്ലാമല്ല. ഒരുപാട് ന്യായീകരണങ്ങളിലൂടെ അതിനെ ഇസ്ലാമാക്കുന്നു. അതിനെ അലങ്കരിക്കാൻ നൽകപ്പെടുന്ന ഉപയോഗിക്കപ്പെടുന്ന പട്ടാകട്ടെ, എണ്ണയാകട്ടെ, നിലവിളക്കാകട്ടെ, തിരിയാകട്ടെ, പൂവാകട്ടെ, ഇതൊന്നും ദീനുമായി ബന്ധപ്പെട്ടതല്ല. നമ്മുടെ നാട്ടിൽ പല ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ, ഹൈന്ദവർ, അവരുടെ ആഘോഷങ്ങൾ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് സമയബന്ധിതമായും അല്ലാതെയും അവരുപയോഗിക്കുന്ന അതിൻ്റെ അടയാളങ്ങളാണ്. അതൊരിക്കലും നമ്മൾ കടമെടുക്കേണ്ടതോ അല്ലെങ്കിൽ ഊരിയെടുക്കേണ്ടതോ ആയ ഒരാവശ്യം വരുന്നില്ല. അതിനാൽ നന്നായി നമ്മൾ ആലോചിക്കുക. അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടാൽ അതിൻ്റെ പൊള്ളത്തരങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് പുറത്തു വരും എന്നത് തീർച്ചയാണ്. അതിൻ്റെ വലിയ തെളിവാണ് ഈ മുസ്ലിയാരടക്കമുള്ള സമസ്തയിലെ തലമുതിർന്ന മുസ്ലിയാക്കന്മാരുടെ പ്രതികരണങ്ങൾ. ജിഫ്രി മുത്തുക്കോയ തങ്ങളടങ്ങുന്ന സമസ്ത അനിസ്ലാമിക ആചാരങ്ങൾ വർജിക്കുക എന്ന നിലക്ക് കൊടുത്ത വാർത്തയിലും അതേപോലെ മാധ്യമത്തിൽ വന്ന വാർത്തയിലും ഒക്കെ ഇത് കൊളുത്തൽ, കത്തിക്കൽ ഒരു വെളിച്ചത്തിനു വേണ്ടി മാത്രം എന്നാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ സംസ്കാരമല്ലാത്ത ഒരു കാര്യത്തെ എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറഞ്ഞ് നമ്മളങ്ങനെ പ്രതിഷ്ഠിച്ച് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, നമ്മൾ അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിച്ചവരാണ്, ഒരു ജാറത്തിനോ ഒരു മക്ബറക്കോ ഒന്നും സമർപ്പിച്ചവരല്ല. അതിനാൽ ഒരു കാലത്ത് സമസ്ത അനുവദിച്ച പുണ്യകരമായി കണ്ട ഈ നിലവിളക്ക് സമ്പ്രദായം, സംസ്കാരം, അതിൽ നിന്ന് വലിയ ഒരു മാറ്റം, അത് വെളിച്ചത്തിന് വേണ്ടിയാണ് എന്ന മാറ്റം, അതിനെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഏറ്റവും വലിയ ഒരു സ്വാഗതം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ സൂചിപ്പിക്കുന്നു. അത് മുഷാവറ കൂടി വെളിച്ചം നമുക്ക് വേണ്ടുവോളം ഉള്ളതിനാൽ എല്ലാ ജാറങ്ങളിലെ നിലവിളക്കുകളും എടുത്തൊഴിവാക്കണം എന്ന ഒരു പ്രഖ്യാപനം കൂടി സമസ്ത മുഷാവറയുടെ ഭാഗത്ത് നിന്ന് അഹ്ലുസുന്നയുടെ വക്താക്കൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.